MBBS പഠനം ഫ്രീ ആയാലോ? അതെ, ഫ്രീ ആയി എവിടെയാണ് നമുക്ക് MBBS പഠിക്കാൻ സാധിക്കുക? MBBS ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളത് ഇറ്റലിയാണ്. ഇറ്റലിയിലാണ് നമുക്ക് MBBS ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നത്. MBBSൽ ഇറ്റലിയിലത്തെ MBBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതുപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഓബിയസ്ലി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ ഫീസ് ഉണ്ട്. ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു 12 ലക്ഷം രൂപ മുതൽ 16 ലക്ഷം രൂപ വരെ ഫീസ് പെർ ഇയറിൽ വരുന്ന കോഴ്സുകളാണ് ഇറ്റലിയിലത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്നത്. അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫീസ് റിലേറ്റീവ് കുറവാണ്. അതായത് ഏകദേശം ഒരു 2000 രൂപ 2500 യൂറോ, അതായത് നമ്മുടെ നാട്ടിലത്തെ 2-2.5 ലക്ഷം രൂപയ്ക്കാണ് ഫീസ് വരുന്നുള്ളൂ. അവിടെ നമുക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതിലേക്ക് ആവശ്യമുള്ളത് ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ്. ആ എൻട്രൻസ് ടെസ്റ്റിന്റെ പേര് IMAT എന്നുള്ള എൻട്രൻസ് ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റ് എഴുതി നമുക്ക് സ്കോർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ ഫീസ് അവിടെ ഉണ്ട്. ഇറ്റലിയിൽ അഡ്വാൻറ്റേജ് വരുന്നെങ്കിൽ ഇറ്റാലിയൻ ഗവൺമെന്റ് അവർ തന്നെ ഒരു ഗവൺമെന്റ് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ആ സ്കോളർഷിപ്പ് നമുക്ക് ഫുള്ളി ഏകദേശം ഒരു 7500 യൂറോസ് ആണ്. അതായത് ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ഒരു 7 ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് പെർ ഇയറിൽ നമുക്ക് കിട്ടും. നമ്മുടെ ഫീസ് വരുന്നത് 2500-3000 രൂപ താഴെ ഫീസ് വരുന്നുള്ളൂ. അപ്പോൾ ആ ഫീസ് മുഴുവനും സ്കോളർഷിപ്പിൽ നടന്നു പോകും. പിന്നെ നിങ്ങളുടെ അവിടെ താമസത്തിന് ആവശ്യമുള്ള ഹോസ്റ്റല്, അക്കോമഡേഷൻ, ഫുഡ്, ഇതിന്റെ ചിലവുകളൊക്കെ ആയിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ ട്യൂഷൻ ഫീസും നിങ്ങളുടെ ഹോസ്റ്റലും ഫുഡും എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പൈസ നിങ്ങൾക്ക് പോക്കറ്റ് മണിയായിട്ട് കൂടി തരുന്ന ഒരു രാജ്യമാണ് ഇറ്റലി. അപ്പോൾ ഇറ്റലിക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് നിങ്ങൾ IMAT എന്നുള്ള എൻട്രൻസ് ടെസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം ഒന്ന് എഴുതി ക്ലിയർ ആവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സ്കോളർഷിപ്പിന്റെ കാര്യങ്ങൾ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് സ്കോളർഷിപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് മേടിച്ചിടാനും പറ്റും. IMAT എന്നുള്ളത് നിങ്ങൾ തന്നെ പഠിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതേണ്ട കാര്യങ്ങളാണ്. IMATന്റെ എക്സാം വരുന്നത് ന്യൂഡൽഹിയിൽ വരും. ഇന്ത്യയിൽ ഒരു സെന്ററേ ഉള്ളൂ, ഡൽഹിയിലാണ് സെന്റർ വരുന്നത്. September 17th ഡേറ്റ് ഓൾറെഡി ഡിക്ലെയർഡ് ആണ്. ആ ദിവസം അവിടെ പോയിട്ട് തന്നെ എക്സാം എഴുതണം. എക്സാം ഈ പറഞ്ഞ പോലെ ഒരു 60 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയം ഉണ്ടായിരിക്കും. നമ്മുടെ നീറ്റിന്റെ തന്നെ ഏകദേശം സ്ട്രക്ചറിൽ തന്നെയാണ്. ഒരു ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു പേപ്പർ കൂടി എക്സ്ട്രാ ഉണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ കോച്ചിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോച്ചിങ് ഉൾപ്പെടെ നിങ്ങൾക്ക് നമ്മുടെ സർവീസ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇറ്റലിയിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെച്ചെങ്കിൽ അവിടുത്തെ അപ്ലിക്കേഷനാണ്. യൂണിവേഴ്സിറ്റീസ് അവിടെ ഈ പറയുന്ന ഏകദേശം 10-25 യൂണിവേഴ്സിറ്റികൾ പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെ മെഡിക്കൽ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ആ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ നമുക്ക് അപ്ലിക്കേഷൻ ഇടാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് 3-4 യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഫൈനലായിട്ട് നമ്മൾ ഈ പറയുന്ന സ്കോളർഷിപ്പിന്റെ പോർട്ടലിലേക്കും അല്ലെങ്കിൽ IMATന്റെ പോർട്ടലിലേക്ക് പോകുന്ന സമയത്ത് ഫൈനലായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് അയക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി നമുക്ക് സെലക്ട് ചെയ്ത് അതിനാവശ്യമുള്ള കട്ട് ഓഫ് മാർക്ക് നമുക്കൊന്ന് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള യൂണിവേഴ്സിറ്റിയുടെ സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്ലിക്കേഷൻ ഫീസ് ഇടാം. ഇട്ടതിന് ശേഷം നമുക്ക് നിങ്ങളുടെ IMATന്റെ കോച്ചിങ് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് കോച്ചിങ് കൊടുക്കാനായിട്ട് പറ്റും. കോച്ചിങ് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്കോളർഷിപ്പിന്റെ അപ്ലിക്കേഷൻ നമുക്ക് അതിനോടൊപ്പം തന്നെ സെയിം ടൈമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനും പറ്റും. September 17th നിങ്ങൾ എക്സാം എഴുതുന്നു, സ്കോളർഷിപ്പ് നമുക്ക് അവൈലായിട്ട് കിട്ടുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഓൾറെഡി IMATൽ കിട്ടിയിട്ടുള്ള മാർക്ക് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ മാർക്കായിട്ട് മാച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിക്ക് ആവശ്യമുള്ള കട്ട് ഓഫ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നു. അവിടേക്ക് ആവശ്യമുള്ള ഫീസ് നേരിട്ടിട്ട് ഈ പറയുന്ന ഗവൺമെന്റ് സ്കോളർഷിപ്പിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പം പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നും അവിടെ വരുന്നില്ല. ഇതിന് ശേഷമാണ് നമ്മുടെ വിസ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിസ പ്രോസസ്സ് നമുക്ക് ഇവിടെ കൊച്ചിയിൽ തന്നെ നമുക്ക് VFSൽ കൊടുക്കാവുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പം 1-2 ഡോക്യുമെന്റ്സ് അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടതാണ്. ആ അറ്റസ്റ്റേഷൻ ഡോക്യുമെന്റ് അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 2 മാസത്തെ പ്രോസസ്സാണ് വിസയുടെ പ്രോസസ്സൊക്കെ ആയിട്ട് വരുന്നത്. അതിനുശേഷം നമുക്ക് സെപ്റ്റംബറിലാണ് ക്ലാസ് തുടങ്ങുന്നത്. ഏകദേശം നമുക്ക് സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ആയിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. ഇതാണ് ഇറ്റലിയുടെ മൊത്തം പ്രോസസ്സ് എന്ന് പറയുന്നത്. നമുക്ക് അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ അപ്ലിക്കേഷൻ ചെയ്ത് ഇതിന്റെ കോച്ചിങ് എടുത്ത് എൻട്രൻസ് എക്സാം എഴുതി സ്കോളർഷിപ്പ് അവൈൽ ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ മേടിച്ച് ഇതാണ് ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം കുറേ യൂണിവേഴ്സിറ്റികളിലൊക്കെ അപ്ലിക്കേഷൻ ഈ 2026 അപ്ലൈ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറച്ച് യൂണിവേഴ്സിറ്റികളും കൂടി ബാക്കിയുണ്ട്. എനിക്കാണെങ്കിൽ ഈ ഒരു ജൂലൈ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഡ്രൈ അപ്പ് ആവും. അപ്പോൾ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ട് നിങ്ങളുടെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്.